ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപീഠം ബന്ധുവിന്റെ വീട്ടിൽ കണ്ടെത്തിയല്ലോ. അതിൽ ന്യായീകരണവുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരിക്കുന്നു. 2021 ബന്ധു വാസുദേവന്റെ അടുത്താണ് ഈ സ്വർണ്ണപീഠം ശബരിമലയിൽ സമർപ്പിക്കാനായിട്ട് നൽകിയത്. എന്നാൽ അളവ് കൃത്യമാകാത്തതിനാൽ വാസുദേവന്റെ കയ്യിൽ തന്നെ ദേവസ്വം അധികൃതർ അത് തിരിച്ചു നൽകുകയും ചെയ്തു. വാസുദേവൻ പീഠം വീട്ടിൽ സൂക്ഷിച്ചത് ദുരുദ്ദേശപരമായിരുന്നില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി 24 പറഞ്ഞു. 2021 ഞങ്ങൾ ഇതുകൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ കൊറോണ സമയമായിരുന്നു. അന്ന് ഇത് എന്റെ സുഹൃത്ത് വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഫിറ്റ് ചെയ്തത്. ഫിറ്റ് ചെയ്തപ്പോൾ അതിന് മാച്ച് കറക്റ്റ് വന്നില്ല. അന്ന് അത് റിപ്പയർ ചെയ്യാനായിട്ട് അയാളുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു. അത് വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. അതൊരു ദുരുദ്ദേശപരമായിട്ടായിരുന്നില്ല. കൊറോണ രൂക്ഷമായതുകൊണ്ടും പിന്നെ ദേവസ്വം ബോർഡ് ഇങ്ങോട്ട് ആവശ്യപ്പെടാത്തത് കൊണ്ടും പിന്നെ അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചില്ല. എന്റെ മനസ്സിൽ ഇത് ശബരിമലയിൽ തന്നെ ഉണ്ടാവുമെന്നുള്ളതായിരുന്നു എന്റേത്. 10 ദിവസത്തിനുള്ളിൽ കണ്ടെത്തി സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ദേവസ്വം വിജിലൻസ് എസ് പിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ചാനലുകളിലും ഒക്കെ വളരെ ചർച്ചയാവുകയും ഇതിനെക്കുറിച്ച് വളരെ വിശകലനം ചെയ്ത് അന്വേഷണം നടക്കുകയും വരുമ്പോൾ ആണ് വാസുദേവന്റെ വീട്ടിലിരിക്കുന്ന ഈ സാധനമാണിതെന്ന് മനസ്സിലാക്കുന്നത്. AV ജയശങ്കറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചത്. ജയശങ്കർ, പീഠം കാണാനില്ലെന്ന് പറഞ്ഞത് സ്പോൺസർ തന്നെയാണ്. അവിടെ പത്തനംതിട്ട മഴയാന്ന് തോന്നുന്നു. അപ്പോൾ പീഠം കാണാനില്ലെന്ന് പറഞ്ഞത് ഈ സ്പോൺസർ തന്നെയാണ്. കോടതി ഇടപെട്ട് ആ പീഠത്തിന് വേണ്ടി അന്വേഷിക്കുമ്പോഴേക്കും ഇയാളുടെ ബന്ധുവീട്ടിലാണെന്ന് കണ്ടെത്തുന്നു. ബന്ധുവീട്ടിലുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, സ്പോൺസർ പിന്നെ പറയുന്നു. ജയശങ്കറെ, മൊത്തത്തിൽ ഏതാണ്ടൊക്കെ ചേരുമ്പടി ചേരുന്നുണ്ട് അവിടെ, അല്ലേ? ചേരുമ്പടി ചേരുന്നില്ല. അശ്മി, സ്മിത, ഗുഡ് മോർണിംഗ്. എന്തായാലും അടിമുടി ഈ സ്വർണ്ണപ്പീഠവുമായി ബന്ധപ്പെട്ട അടിമുടി ആശയക്കുഴപ്പമുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും ഒടുവിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് 10 ദിവസം മുമ്പാണ് തനിക്ക് തൻ്റെ സുഹൃത്ത് ഈ സ്വർണ്ണപ്പീഠം തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ വരികയും ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറയുകയും ഈ സ്വർണ്ണപ്പീഠം തന്നെ ഏൽപ്പിച്ച് മടങ്ങുകയും ചെയ്തു. ഇതിനുശേഷം വിജിലൻസ് ഉൾപ്പെടെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഈ സ്വർണ്ണപ്പീഠം വീട്ടിലുള്ള കാര്യം താൻ പറഞ്ഞില്ല. കാരണം തൻ്റെ സുഹൃത്ത് വഴി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വേണം, അതല്ലെങ്കിൽ താൻ ഈ 5 വർഷമായി ഈ സ്വർണ്ണപീഠം കയ്യിൽ വെച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളോ ആക്ഷേപങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ തൻ്റെ സുഹൃത്ത് വഴി തന്നെ ഈ വിവരങ്ങൾ പുറത്തു വരട്ടെ എന്നുള്ളത് കൊണ്ട് താൻ ഇക്കാര്യത്തിൽ ഒരു കാര്യവും വിട്ടു പറഞ്ഞില്ല, ആ കാര്യം താൻ മറച്ചു വെച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും അതിനുശേഷം ഈ സുഹൃത്തിനെ ഉൾപ്പെടെ വിജിലൻസ് ചോദ്യം ചെയ്തു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ബന്ധുവീട്ടിൽ ഈ സാധനമുള്ള അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന വിവരം ഈ സുഹൃത്ത് വിജിലൻസിനോട് വിശദമാക്കുന്നത്. പിന്നീടാണ് എന്തായാലും വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇദ്ദേഹത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിളിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സമയം ബാംഗ്ലൂരിലായിരുന്നു. അദ്ദേഹം പറയുന്നു തൻ്റെ ബന്ധുവീട്ടിൽ ഈ സാധനമുണ്ട്, നിങ്ങൾക്ക് എടുക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണ് വിജിലൻസ് ഈ സാധനം കണ്ടെത്തിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. ഒപ്പം തന്നെ 2021 ഈ സാധനം സുഹൃത്തിൻ്റെ അടുത്ത് കൊടുത്തയക്കുകയും പിന്നീട് ഇതിനെക്കുറിച്ച് താൻ അന്വേഷിച്ചില്ല, ഇത് സുഹൃത്തിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന കാര്യം തനിക്കറിയില്ല, സുഹൃത്തിനും ഇതാണ് ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രമാണ് ശബരിമലയിലേക്ക് സമർപ്പിച്ച പീഠം എന്ന കാര്യം മനസ്സിലായതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യത്തിൽ നൽകുന്ന വിശദീകരണവും ന്യായീകരണവും ഒക്കെ. എന്തായാലും ഇന്ന് കോടതിയുടെ മുമ്പിൽ ഈ കേസ് എത്തുന്ന ഘട്ടത്തിൽ കോടതി ഇതിനെങ്ങനെ കാണുമെന്നത് വളരെ നിർണായകമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് കോടതി നിർദ്ദേശിക്കുന്ന ഏത് തരത്തിലുള്ള നടപടിയും താൻ നേരിടും, കോടതിക്ക് മുന്നിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ മറച്ച് വെക്കാനില്ല. ഈ സുഹൃത്തിൻ്റെ ഉൾപ്പെടെയുള്ള മൊഴികൾ കോടതിക്ക് മുന്നിൽ വരുമ്പോൾ കോടതിക്ക് കാര്യം ബോധ്യപ്പെടും. ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. ചില കമ്മ്യൂണിക്കേഷൻസ് ചില ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ല, അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കേസ് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ കോടതി ഇതിനെ എങ്ങനെ കാണുമെന്നത് ഏറെ നിർണായകമാണ്. ശ്യാംകുമാർ സൂചിപ്പിച്ച പോലെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം കള്ളന്മാരെന്ന ചീത്തപ്പേര് വീണൊരു ഘട്ടത്തിൽ നിന്നാണ് അതിൽ നിന്നെല്ലാം തന്നെ ഒരു മോചനം ദേവസ്വം ബോർഡിന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. സ്പോൺസറുടെ തന്നെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു. സ്പോൺസർക്ക് 10 ദിവസത്തിലധികമായി സ്വർണ്ണപ്പീഠത്തെക്കുറിച്ച് അറിയാമെന്ന് അയാൾ തന്നെ തുറന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. സ്പോൺസർക്ക് വേണ്ടി ഇമെയിൽ ഇടപാടുകളൊക്കെ നടത്തിയ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഈ സ്വർണ്ണപ്പീഠം ഉണ്ടായിരുന്നതെന്നതും പ്രത്യേകതയാണ്. ഒരുപക്ഷെ അദ്ദേഹം അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിനും ഈ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഈ സ്വർണ്ണപ്പീഠം ഉണ്ടായിരുന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അറിയാമായിരിക്കാമെന്ന് തന്നെയാണ് പൊതുവിൽ വിജിലൻസ് ഉൾപ്പെടെ കരുതുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് പോകും. ഹൈക്കോടതിയായിരിക്കും ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക. ആശ്മി, ജയശങ്കർ, ഒറ്റ കാര്യം കൂടെ, അവിടെ നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. ജയശങ്കർ, ഈ മഴയുള്ളതുകൊണ്ടാണോ ഇത്ര ഗൗരവം? ഗുഡ് മോർണിംഗ്. അതെ, ഒരു കടുപ്പം. അത്യാവശ്യം നല്ല മഴയുണ്ട്. പക്ഷേ കടുപ്പത്തിൽ ചായ കുടിക്കുക, കടുപ്പൊക്കെ പോട്ടെ അങ്ങോട്ട്. ഒന്ന് ചിരിക്കൂ. അത്യാവശ്യം നല്ല മഴ.
മതി. ചിരിച്ചു മതി. ഓക്കെ, സന്തോഷമായി. അവിടെ മഴയാണ്. പക്ഷെ ചിരിച്ചാലും ഈ പറയുന്ന എന്താണ് ഇതാന്നല്ല ഇത് ശബരിമലയിലെ എന്താണ് നമ്മുടെ മൂർത്തിയുടെ ഇരുവശം ഇരിക്കുന്ന ദ്വാരപാലകരുടെ പീഠത്തെ പറ്റിയാണ് പറയുന്നത്, അല്ല ഏതെങ്കിലും കൊരണ്ടിയെ പറ്റി പറയുന്നതല്ല. അപ്പൊ ആ പീഠം കാണാതാവുന്നു. ആ പീഠം കാണാതെയായാലും ഈ ബന്ധുവിന്റെ വീട്ടിലോടൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു. അതിനുശേഷം കാണാനില്ലെന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ മാത്രം ഈ ബന്ധു വന്ന് ഇയാളുടെ ഈ പീഠം എൻ്റെ അടുത്തുണ്ട് കേട്ടോ എന്ന് പറയുന്നു. അത് വലിയ വിവാദമാകുന്നു, അന്വേഷണം വരുന്നു, എന്നിട്ടും ഇപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അത് മൊത്തം അടിമുടി ദുരൂഹത ഉള്ള കാര്യത്തിൽ ഒരു തക്കം അക്കാര്യത്തിലില്ല. കോടതിയിലേക്ക് എത്താൻ പോവാണ്. കോടതി അത് കണക്കിന് ചില സംസാരങ്ങളിൽ നിന്ന് ഉണ്ടാവുമെന്ന കാര്യം എന്താണ് കഴിഞ്ഞ തവണ കോടതി അത് പരിഗണിക്കുമ്പോൾ തന്നെ കോടതി എത്രത്തോളം ഗൗരവത്തിലാണ് വിഷയം എടുക്കുന്നത് നമുക്ക് ഇടക്കാല ഉത്തരവിൽ തന്നെ അത് വളരെ വ്യക്തമായതാണ്. അപ്പോൾ ഇന്ന് ഈ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് കോടതി എന്ത് പറയുമെന്നുള്ള ഇന്നത്തെ വാർത്താ ആകാംക്ഷയാണ്. ഒരു തർക്കം അക്കാര്യത്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.